നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ഒരാളെ മനസ്സങ്ങട് നന്നായി കിട്ടിയാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദ്, ഒരാള് പള്ളിയിലേക്ക് പുറപ്പെട്ടു, ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യഅലമഹു, ഒരാൾക്കൊരു നന്മ പഠിപ്പിച്ചു കൊടുക്കാനാണ് അയാൾ പുറപ്പെട്ടത്, അല്ലെങ്കിൽ പഠിക്കാനാണ് അയാൾ വന്നത് എങ്കിൽ കാന ലഹു കഅജ്രി ഹാജിൻ താമൻ ഹജ്ജതുഹു, ഒരു പരിപൂർണമായി ഹജ്ജ് നിർവഹിച്ചവന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രേഖപ്പെടുത്തി കൊടുക്കും. അപ്പോ വാട്സാപ്പിൽ ഒരു ഖുർആൻ ക്ലാസ്സിന് മെസ്സേജ് വന്ന ഒരു മടി ഉണ്ടാവില്ല. പള്ളിയിൽ വന്ന് അമാനി മൗലവിയുടെ പരിഭാഷ എടുത്തൊന്ന് വായിക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാമികമായ ഒരു ഗ്രന്ഥം എടുത്ത് വായിക്കാൻ, ഖുർആൻ ഒന്ന് ഓതാൻ, അതിന്റെ അർത്ഥം ഒന്ന് പഠിക്കാൻ, ഒന്ന് ഹിഫ്ളാക്കാൻ ഒരു പ്രയാസവും അയാൾക്ക് അനുഭവപ്പെടൂല. തന്റെ സമയം നഷ്ടപ്പെട്ടു എന്ന ചിന്ത ഉണ്ടാവില്ല. മറിച്ചെന്താ, എനിക്ക് റഹ്മാനായ റബ്ബ് പരിപൂർണമായി ഹജ്ജ് നിർവഹിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയത്തിലും സന്ദർഭത്തിലും ആണ് ഞാനെന്ന് അറിയുമ്പോ പ്രാർത്ഥനയോടുകൂടി അവൻ ആ സമയത്ത് ചെലവഴിക്കും. വേറെ സംസാരിക്കാൻ നേരം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആരോടും കളിതമാശ പറയാനോ മൊബൈൽ ഫോണിൽ തോണ്ടാനോ SMS നോക്കാൻ ഒന്നും സമയം ഉണ്ടല്ലോ, ഒക്കെ മാറ്റി വെച്ച് ഹജ്ജിന്റെ കൂലിക്ക് വേണ്ടി അവൻ കാത്തിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മറ്റൊന്ന് റസൂലുള്ളാഹി പറയാ, ളുഹാ നമസ്കരിക്കാനായി ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടാലും ഈ പ്രതിഫലം കിട്ടും എന്നാണ് റസൂലുള്ളാഹി പറയാ. വമൻ മശാ ഇലാ സുബ്ഹത്തിൽ ദുഹാ കാന ലഹു കഅജ്രി മുഅ്തമിരിൻ, ഒരാൾ പള്ളിയിലേക്ക് ളുഹാ നമസ്കരിക്കാൻ 2 റക്അത്ത് നമസ്കരിക്കാം, സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം 4 നമസ്കരിക്കാം, 6 നമസ്കരിക്കാം, 8 വരെ ഒരാൾക്ക് നമസ്കരിക്കാം. അതിനുവേണ്ടി ഒരാൾ പള്ളിയിൽ വന്നാൽ കഅജ്രി മുഅ്തമിരിൻ, ഒരു ഉംറ നിർവഹിച്ചവന്റെ പ്രതിഫലം അല്ലാഹു അവൻ നൽകും എന്നാണ്. മറ്റൊന്ന് കേൾക്കണോ സഹോദരങ്ങളെ, ഒരാൾ ഹജ്ജിന് പോകാൻ ഒരാളെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സാന്നിധ്യം കൊണ്ടും സഹായിച്ചാൽ പോലും അയാൾക്ക് അതേ പ്രതിഫലം കിട്ടും. ഒരാൾ ഹജ്ജിന് 40 ദിവസം തന്റെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ, കച്ചവടത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തി, നാട്ടിലെ കൃഷിയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ, അങ്ങനെയാണല്ലോ ഒരാൾ യാത്ര പോകുക. 1001 വിഷയങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കുറെ കാര്യങ്ങൾ. അപ്പോ അയാൾക്കൊരു വലം കൈയായി അയാളെ സഹായിക്കാൻ ഒരാളെ കൂടെ, ഞാൻ ഈ വരുവോളം അത് ഞാൻ നോക്കിക്കോളാം, ഒരു അപകടം സംഭവിക്കൂല, നീ മനസ്സമാധാനത്തോടു കൂടി പോയിക്കോ, കാശിന് കുറവുണ്ടോ ഞാൻ തരാം, ഇതാണല്ലോ ഒരു സഹായം. അള്ളാന്റെ റസൂല് പറയാ, മൻ ജഹസ ഗാസിയൻ, ഒരാളൊരു യുദ്ധത്തിന് യോദ്ധാവിനെ സജ്ജമാക്കി, ആയുധം കൊടുത്തും വാഹനം കൊടുത്തും സജ്ജമാക്കി, ഔ ജഹസ ഹാജ്ജൻ, അല്ലെങ്കിൽ ഒരു ഹജ്ജിന് പോകുന്ന ആളുകളെ അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഔ ഖലഫഹു ഫി അഹ്ലിഹി, അല്ലെങ്കിൽ ഹജ്ജിന് പോയ ആളുടെ വീട്ടിൽ ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്കൊരു ഖലീഫയെ പോലെ, ഒരു പിൻഗാമിയെ പോലെ വർത്തിച്ചു, ഔ ഫത്തറ സഇമ, അല്ലെങ്കിൽ ഒരാൾ നോമ്പ് തുറക്കാൻ ഒരാളെ നോമ്പ് തുറപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, കാന ലഹു മിസ്ലു ഉജൂരിഹിം മിൻ ഗൈരി അൻ യുൻതഖസ മിൻ ഉജൂരിഹിം ഷൈഅ, ഒരു അണുമണി കൂലി കുറവ് വരാതെ മക്കയിൽ പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ആ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെയുള്ള പ്രതിഫലം അല്ലാഹു നൽകും. ആ ജിഹാദിന് പോയവനെ പോലെയുള്ള പ്രതിഫലം അല്ലാഹു അവന് നൽകും. ഹജ്ജ് ചെയ്തവനെ പോലെയുള്ള പ്രതിഫലം അല്ലാഹു അവന് നൽകും. വിശ്വാസികളെ, ഇത് ദുനിയാവിൽ വെച്ചുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അള്ളാഹു നൽകുന്ന പ്രതിഫല അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്നെന്താ സഹോദരങ്ങളെ, ജമാഅത്തിന് സുബഹിക്ക് വന്നു. ആ സുബഹി നമസ്കരിച്ചതിന് ശേഷം സൂര്യോദയം വരെ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുക, ഉറങ്ങലല്ല. ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി പ്രാർത്ഥിച്ചവൻ പള്ളിയിൽ കഴിച്ചുകൂട്ടി. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു. റസൂലുള്ളാഹി പറയാ, മൻ സ്വല്ലാ അൽ ഗദാത ഫി ജമാഅ, സുബ്ഹ് ജമാഅത്തായിട്ട് ഒരാൾ നമസ്കരിച്ചു. സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലഉ ശംസ്,
സൂര്യൻ ഉദിക്കുന്നതുവരെ അവൻ പള്ളിയിൽ ഇരുന്നു. സുമ്മ സ്വല്ലാ റകഅതൈൻ, പിന്നെ 2 റകഅത്ത് അവൻ നമസ്കരിച്ചു. എന്നിട്ട് അവൻ ഇറങ്ങിപ്പോയി. കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, ഒരു ഹജ്ജും ഒരു ഉംറയും നിർവഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു വേണ്ടി രേഖപ്പെടുത്തും എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇത്രമാത്രം പ്രതിഫലം ഒരു പകലിൽ ഒരു രാത്രിയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അല്ലേ? രാപ്പകലുകളിൽ ഹജ്ജും ഉംറയും നിർവഹിച്ചവനെ പോലെ ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയിട്ടുണ്ട്, അറിവ് നൽകിയിട്ടുണ്ട്, വിവേകം നൽകിയിട്ടുണ്ട്, കഴിവ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടോ സഹോദരങ്ങളെ? ഇതൊന്നും ബോധ്യപ്പെടാത്ത കോടാനക്കോടി മനുഷ്യർ ഈ ദുനിയാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ദുനിയാവിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കും. അല്ല, നമ്മളെ അങ്ങനെ അല്ലല്ലോ അള്ളാഹ് തെരഞ്ഞെടുത്തത്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് ഖുർആൻ, എന്താണ് പ്രവാചകൻ, എന്താണ് പരലോകം, എന്താണ് വിചാരണ, ഒക്കെ ബോധ്യപ്പെടുത്തി എല്ലാ നന്മകളുടെ വാതിലുകളും തുറന്നു തന്നിട്ട് നമ്മളോട് പറയാ, ഈ നന്മയുടെ വഴിയിൽ പ്രവേശിക്ക്, ഈ കർമ്മങ്ങൾ ചെയ്യ്, ഈ വിശ്വാസം സ്വീകരിക്ക്, ഈ കർമ്മങ്ങൾ കൊണ്ട് നീ നിന്റെ ജീവിതത്തെ വിമലീകരിക്ക് എന്ന് പറയുമ്പോ തിരക്കാണ്, ഒഴിവില്ലെന്ന് പറയുമ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ ഉള്ളു കേട്ടോ ഇബാദത്തെടുക്കാൻ അവസരം, പിന്നല്ല. അത് അള്ളാഹിന്റെ ഒരു വാണിംഗാണ്, അള്ളാഹുവിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് ഈ പരിശുദ്ധമായ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ ആകുലപ്പെടുത്തേണ്ടതുണ്ട്, വേദനിപ്പിക്കേണ്ടതുണ്ട്, ഒരു തിരിഞ്ഞു നോട്ടത്തിന് നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.